കണ്ടന്റ് മാനേജ്മെന്റ് ഇൻ അഡ്മിൻ ഇന്റർഫേസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ Drupal ഇന്റർഫേസ് പഠിക്കുന്നു. നമ്മൾ കണ്ടന്റ്, സ്ട്രക്ചർ, അപ്പിയറൻസ് എന്നീ മെനു ഐറ്റങ്ങൾ പഠിക്കും. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. താങ്കളുടെ ഇഷ്ടാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. നേരത്തെ സൃഷ്ടിച്ച നമ്മുടെ വെബ്സൈറ്റ് തുറക്കാം. Drupal ഇന്റർഫേസ് പഠിക്കുന്നതിനു മുൻപ് നിബന്ധനകൾ ഹൈലൈറ്റ് ചെയ്യട്ടെ. ഓർക്കുക, നമ്മൾ Drupal സൈറ്റ് സെറ്റപ്പ് ചെയ്ത കാരണം നമ്മൾ യൂസർ നമ്പർ 1 അല്ലെങ്കിൽ സൂപ്പർ യൂസർ ആകുന്നു. സൂപ്പർ യൂസർ എന്നതിലെ Drupal മറ്റ് എല്ലാ യൂസേഴ്സിനും മുകളിലാണ്. ഭാവിയിൽ എല്ലാ അനുമതികളും അഡ്മിനിസ്ട്രേറ്റർമാർക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ സൂപ്പർ യൂസർക്ക് അനുമതികൾക്ക് പുറമെ അത് അസാധുവാക്കുവാനോ നിയന്ത്രിക്കുകയോ ചെയ്യാം. സൂപ്പർ യൂസറിന്റെ അനുമതി അസാധുവാക്കുവാൻ സാധിക്കില്ല. മറ്റു വാക്കുകളിൽ സൂപ്പർ യൂസർക്ക് Drupal സൈറ്റിലെ എല്ലാ മണ്ഡലങ്ങളിലും ആക്സസ് ചെയ്യാം. ഓർക്കുക, ഏത് Drupal സൈറ്റിലും സൂപ്പർ യൂസർ യൂസർ നമ്പർ 1 ആണ്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾബാർ ആണ്. മാനേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സബ് മെനുവിൽ എത്തുന്നു. ഇവിടെ കോണ്ടന്റ്, സ്ട്രക്ചർ, അപ്പിയറൻസ് എന്നിവ കാണാനാകും. അല്പനേരം ഇവ നോക്കാം. ഷോർട്ട്കട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട്കട്സ് ടൂൾബാർ ഉണ്ട്. നമുക്ക് അത് നോക്കാം. അഡ്മിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഫൈൽ അല്ലെങ്കിൽ ലോഗൌട്ട് എന്നീ ലിങ്കുകൾ കാണാം. ടൂൾബാറിലെ അഡ്മിൻ എന്നത് ഞാൻ കൊടുത്ത യൂസർ നെയിം ആണ്. നിങ്ങൾ കൊടുത്തത് വ്യത്യസ്തമായിരിക്കും. ഒരിക്കൽ കൂടി, ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ടൂൾബാർ. ഇത് നമ്മുടെ Drupal അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രധാന എക്സ്പീരിയൻസ് ആണ്. ഷോർട്ട്കട്ട് ബാറിൽ എന്തെങ്കിലും ചേർക്കുന്നതിന് എളുപ്പമാണ്. ഉദാഹരണത്തിന് മാനേജ്, കോണ്ടന്റ്, ആഡ് കോണ്ടന്റ്. എനിക്ക് എന്റെ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ ചേർക്കണം. അതിൽ ഒരു സ്റ്റാർ പൂരിപ്പിച്ചിട്ടില്ല. സ്റ്റാർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഷോർട്ട്കട്സിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഷോർട്ട്കട്സിൽ ക്ലിക്ക് ചെയ്താൽ ഷോർട്ട്കട്സ് എന്നതിലെ ക്രിയേറ്റ് ആർട്ടിക്കിൾ മെനു കാണാം. ആർട്ടിക്കിൾ പൂർത്തിയായി കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നീക്കം ചെയ്യാം. ഇത് നമ്മുടെ Drupal സൈറ്റിലെ ഏത് അഡ്മിനിസ്ട്രേഷൻ സ്ക്രീനിലും ചെയ്യാം. സൈറ്റിൽ എവിടെയും മൂവ് ചെയ്യുവാൻ ഷോർട്ട്കട്ട് സഹായിക്കുന്നു. അപ്പിയറൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ടാബുകൾ സൈറ്റിൽ എവിടെയെങ്കിലും കാണാവുന്നതാണ്. ഈ ടാബുകൾ പ്രധാനമാണ്. ഇവയെ സെക്ഷൻ ടാബ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് സ്ക്രീനിലും വ്യത്യസ്ത സെക്ഷൻസ് ഇത് നോക്കുന്നു. ചിലപ്പോൾ ഈ സെക്ഷൻസിന് ഇവിടെ കാണുന്നതുപോലെ സബ് സെക്ഷൻസ് ബട്ടൺസ് കൂടി ഉണ്ടായിരിക്കും. ഗ്ലോബൽ സെറ്റിംഗ്സ്, ബാർട്ടിക്, ക്ലാസി, 7 എന്നിവ സെറ്റിംഗ്സ് ടാബിന്റെ സബ് സെക്ഷൻ ബട്ടൺസ് ആകുന്നു. അവസാനമായി ഓരോ Drupal കണ്ടന്റ് ഐറ്റവും ഒരു നോഡ് എന്ന് അറിയപ്പെടുന്നു. നമുക്ക് നോഡ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ഇതുവരെ സൈറ്റിൽ ഇല്ല. നമ്മൾ വരാനിരിക്കുന്ന ട്യൂട്ടോറിയലുകളിൽ അത് സൃഷ്ടിക്കുന്നത് പഠിക്കാം. അഡ്മിനിസ്ട്രേഷൻ ടൂൾബാർ, സബ് മെനു, സെക്ഷൻ ടാബ്സ്, സബ് സെക്ഷൻ ബട്ടൺസ് എന്നിവ. Drupal ഇന്റർഫേസിലേക്ക് നീങ്ങുമ്പോൾ അറിയുവാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ടൂൾബാറിലെ കോണ്ടന്റ് ലിങ്കിലേക്ക് പോകാം. കോണ്ടന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഡാഷ്ബോർഡ് സൈറ്റിലെ ഉള്ളടക്കം പ്രതിപാദിക്കാം. പബ്ലിഷ്ഡ് അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ്, കോണ്ടന്റ് ടൈപ്പ്, ടൈറ്റിൽ, ലാംഗ്വേജ് എന്നിവയ്ക്കനുസരിച്ച് ഇവ തരംതിരിക്കാം. നമുക്ക് കോണ്ടന്റ് ഇതുവരെ ഇല്ല. അതിനാൽ ഈ പേജ് പരിമിതമാണ്.
നമ്മൾ സബ് ടാബ്സ് എന്നത് ക്ലിക്ക് ചെയ്താൽ കമന്റ്സ് ഇല്ല എന്ന് കാണാം. ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളുടെയും ഒരു ലിസ്റ്റിംഗ് ലഭിക്കുന്നു. ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഫയൽ ആകാം. നാം അത് പിന്നീട് പഠിക്കും. ആഡ് കോണ്ടന്റ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഹോം പേജിലേക്ക് ഒരു വെൽക്കം ആർട്ടിക്കിൾ ചേർക്കാം. ആർട്ടിക്കിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വെൽക്കം ടു ദ്രുബൽവിൽ എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മുടെ സൈറ്റിന്റെ പേര് ദ്രുബൽവിൽ ആണ്. ഇത് ദ്രുബലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നൽകുന്നു. ബോഡി എന്നതിൽ വെൽക്കം ടു അവർ സൈറ്റ്, വി ആർ സോ ഗ്ലാഡ് യു സ്റ്റോപ്ഡ് ബൈ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ ഫീൽഡിലും പോകുന്നില്ല. പിന്നീടുള്ള ട്യൂട്ടോറിയലുകളിൽ വിശദമായി പഠിക്കാം. എന്നാൽ ടാഗ്സ് എന്നതിൽ വെൽക്കം ദ്രുബൽ എന്ന് ചേർക്കുന്നു. ഇത് നമ്മൾ കൊടുക്കുന്ന ടാഗുകൾ ചേർന്ന എല്ലാ ആർട്ടിക്കിൾസിന്റെയും ലിങ്കുകൾ സൃഷ്ടിക്കുന്നു. ഇവിടെ ഒരു ചിത്രം അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇതിനകം എന്റെ മെഷീനിൽ Drupal 8 ലോഗോ എന്നത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തു. ഈ ട്യൂട്ടോറിയലിന്റെ വെബ് പേജിൽ താങ്കളുടെ സൗകര്യത്തിനായി കോഡ് ഫയൽ ലിങ്ക് Drupal 8 ലോഗോ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ബ്രൗസ് ക്ലിക്ക് ചെയ്ത് ചിത്രത്തിന്റെ സ്ഥാനം തിരഞ്ഞെടുക്കുക. അപ്ലോഡ് ചെയ്ത ഉടനെ Drupal ഒരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ആവശ്യപ്പെടുന്നു. ചുവന്ന ആസ്റ്ററിസ്ക് അത് നിർബന്ധമാണെന്ന് സൂചിപ്പിക്കുന്നു. ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്നത് സ്ക്രീൻ വായനക്കാർക്ക് കാണാവുന്നതും അന്ധന്മാർക്ക് കേൾക്കാവുന്നതും അത് ഏത് സ്ക്രീനിലാണ് എന്ന് ഗൂഗിൾ കണ്ടെത്തുന്നതുമാണ്. This is the Drupal 8 ലോഗോ എന്ന് ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ നോഡ് പുതിയ Drupal സൈറ്റിൽ സൃഷ്ടിച്ചു. ഇപ്പോൾ കോണ്ടന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോഡ് രൂപപ്പെട്ടിട്ടുണ്ട്. ടൈറ്റിൽ, കോണ്ടന്റ് ടൈപ്പ്, അത് ആരാണ് ഉണ്ടാക്കിയത്, നോഡിന്റെ സ്റ്റാറ്റസ്, അവസാനം അപ്ഡേറ്റ് ചെയ്ത സമയം എന്നിവ കാണാം. ചില ഓപ്പറേഷൻസ് എഡിറ്റ്, ഡിലീറ്റ് എന്നിവ കാണാം. ഇവയെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇത് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾബാറിലെ കണ്ടന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾബാറിന്റെ അടുത്ത ലിങ്ക് സ്ട്രക്ചർ ആണ്. അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ Drupal സൈറ്റ് സൃഷ്ടിക്കുന്നത് സ്ട്രക്ചറിലാണ്. ഇതിന് സൈറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നു. ബ്ലോക്ക് ലേഔട്ട്, കമന്റ് ടൈപ്സ്, കോണ്ടാക്ട് ഫോംസ്, കോണ്ടന്റ് ടൈപ്സ്, ഡിസ്പ്ലേ മോഡ്സ്, മെനുസ്, ടാക്സോണമി, വ്യൂസ് എന്നിവ ഇവിടെ ഉണ്ട്. നമ്മുടെ സൈറ്റ് നിർമ്മിക്കുന്നത് സ്ട്രക്ചർ, കണ്ടന്റ് എന്നീ മെനു ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ബ്ലോക്ക് ലേഔട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് തീം അനുസരിച്ച് സൈറ്റിൽ എവിടെയും ബ്ലോക്സ് ക്രമീകരിക്കാം. അത് പിന്നീട് വിശദമായി പഠിക്കാം. കസ്റ്റം ബ്ലോക്ക് ലൈബ്രറി എന്നത് ക്ലിക്ക് ചെയ്യുക. വെൽക്കം ബ്ലോക്ക് ചേർക്കുക. ആഡ് കസ്റ്റം ബ്ലോക്ക് ക്ലിക്ക് ചെയ്ത് വെൽക്കം ടു ദ്രുബൽവിൽ എന്ന് ടൈപ്പ് ചെയ്യാം. ബോഡി എന്നതിൽ വെൽക്കം ടു ദ്രുബൽവിൽ, ദിസ് ഈസ് വെയർ യു വിൽ ലേൺ ഓൾ അബൌട്ട് Drupal എന്ന് ടൈപ്പ് ചെയ്യാം. ദയവായി ശ്രദ്ധിക്കുക, ഇത് കണ്ടന്റ് അല്ല. ബ്ലോക്സ് അല്പം വ്യത്യസ്തമാണ്, സൈഡ് ബാർ പോലെയാണ്. സേവ് എന്നത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ബ്ലോക്ക് ഉണ്ട്. ഇത് എവിടെ സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കാം. വീണ്ടും ബ്ലോക്ക് ലേഔട്ട് ക്ലിക്ക് ചെയ്യുക. സൈഡ് ബാർ ഫസ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് പ്ലേസ് ബ്ലോക്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ Drupal സൈറ്റിൽ ഉള്ള എല്ലാ ബ്ലോക്സിന്റെയും ഒരു പോപ്പ്-അപ്പ് വിൻഡോ കാണപ്പെടുന്നു. നമ്മൾ വെൽക്കം ടു ദ്രുബൽവിൽ എന്ന കസ്റ്റം ബ്ലോക്ക് തിരഞ്ഞെടുത്തു. പ്ലേസ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. ഇത് മറ്റൊരു ട്യൂട്ടോറിയലിൽ പഠിക്കും. സേവ് ബ്ലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഹോം പേജിലേക്ക് പോകാം.
വെൽക്കം ടു ദ്രുബൽവിൽ എന്ന് കാണാം. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രമത്തിലോ ലൊക്കേഷനിലോ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇത് സാരമില്ല. ഇതാണ് സ്ട്രക്ചർ മെനു ഐറ്റം. ഇത് സൈറ്റ് ബിൽഡിംഗിന്റെ ഭാഗമാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ടൂൾബാറിലെ അടുത്ത ഐറ്റം അപ്പിയറൻസ് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ദ്രുബൽ സൈറ്റിലെ എല്ലാ തീമുകളുടെയും ലഭ്യമായ ഒരു അവലോകനം നൽകുന്നു. ഇത് നമ്മെ അപ്ഡേറ്റ്സ്, ഗ്ലോബൽ സെറ്റിംഗ്സ് എന്നിവ പരിശോധിക്കുവാനുള്ള കഴിവ് നൽകുന്നു. നമുക്ക് ഇപ്പോൾ ബാർട്ടിക് എന്നതിന്റെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തീം അനുസരിച്ച് നമ്മുടെ സൈറ്റിന് രൂപവും ഭാവവും നിയന്ത്രിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ബാർട്ടിക് എന്നതിന്റെ കളർ സ്കീം അപ്ഡേറ്റ് ചെയ്യാം. അതിൽ സ്വന്തം നിറങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു പ്രിവ്യൂ കിട്ടുന്നു. ഇവയിൽ ചിലതിന് നമ്മുടെ സൈറ്റിൽ ടോഗിൾ ദ ഡിസ്പ്ലേ കൊടുക്കാം. വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ഗ്ലോബൽ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സൈറ്റിന്റെ ലോഗോ മാറ്റാവുന്നതാണ്. കസ്റ്റം പാത്ത് കൊടുത്ത് പുതിയതായി അപ്ലോഡ് ചെയ്യാം. പുതിയത് അപ്ലോഡ് ചെയ്യാതെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? തിരികെ സൈറ്റിലേക്ക് പോകുക. നമ്മുടെ ലോഗോ പോയി എന്നത് ശ്രദ്ധിക്കുക. തിരികെ കൊണ്ടുവരുവാൻ അപ്പിയറൻസ് എന്നതിലെ സെറ്റിംഗ്സിലെ ഗ്ലോബൽ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. യൂസ് ദ ഡിഫോൾട്ട് ലോഗോ, സേവ് കോൺഫിഗറേഷൻ എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൈറ്റിന് എത്ര പേജുകൾ ഉണ്ടെങ്കിലും ഈ ലോഗോ എല്ലാ പേജുകളിലും ദൃശ്യമാകുന്നു. അപ്പിയറൻസ് ടാബിലാണ് ദ്രുബൽ സൈറ്റിന്റെ തീമുകൾ മാനേജ് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. സംഗ്രഹിക്കുവാൻ അനുവദിക്കുക. ഈ ട്യൂട്ടോറിയലിൽ നാവിഗേഷൻ ഇൻ ദ്രുബൽ ഇന്റർഫേസ് എന്നതിനെ കുറിച്ചാണ് നാം പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിച്ച മെനു ഐറ്റംസ്, കണ്ടന്റ്, സ്ട്രക്ചർ, അപ്പിയറൻസ് എന്നിവ. ഈ വീഡിയോ അക്യുവ, OS ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് IIT ബോംബെയിലെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് പുതുക്കി നിശ്ചയിച്ചു. താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിന് ഫണ്ട് കൊടുത്തത് NMEICT, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, NVLI, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജി നായർ.